ഹായ് ഫ്രണ്ട്സ്, നമുക്കിന്ന് ഒരു സാമ്പാർ ചെയ്താലോ. സാധാരണ നമ്മൾ പീസ് പരിപ്പോ വടപ്പരിപ്പോ അല്ലെങ്കിൽ തുവരപ്പരിപ്പോ കൊണ്ടാണ് സാമ്പാർ ചെയ്യുന്നത്. ഞാൻ ഇന്നിപ്പം ചെറുപയർ പരിപ്പ് കൊണ്ടാണ് സാമ്പാർ ചെയ്യാൻ പോകുന്നത്. അപ്പം ചെറുപയർ പരിപ്പ് നന്നായി കഴുകി വാരി കുക്കറിലേക്കിടാം. ഇതിപ്പം ഞാൻ സാമ്പാറിന് പരിപ്പിനും കൂടിയുള്ള പരിപ്പ് ഒരുമിച്ച് വേവിക്കുകയാണെങ്കിൽ അതിനൊന്ന് കുറച്ചെടുത്ത് മാറ്റും. അപ്പോൾ കുക്കറിലേക്ക് ഈ ചെറുപയർ പരിപ്പിട്ട് അതിലേക്ക് ആവശ്യത്തിന് വെള്ളമൊഴിച്ച് ഒരല്പം ഉപ്പും മഞ്ഞൾപ്പൊടിയും കുറച്ച് വെളിച്ചെണ്ണയും ഒഴിച്ച ശേഷം എരിവിനുള്ള 3-4 പച്ചമുളക് കൂടി ചേർത്ത് കൊടുക്കുന്നു. ഇനി കുക്കർ അടച്ച് 1-2 വിസിൽ കേൾപ്പിക്കുക. വിസിൽ കേൾക്കാൻ തുടങ്ങി. നമുക്കിത് വെന്തോ എന്ന് നോക്കാം. പരിപ്പ് ഏകദേശം നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇതിനകത്തുനിന്ന് 2-3 തവി ഞാൻ മാറ്റുവാണ് പരിപ്പ് കറിക്കുള്ളത്. ഇനി കഷ്ണം നോക്കാം. ഞാനിവിടെ ഉരുളൻകിഴങ്ങ്, സവാള, 5-6 ചെറിയ ഉള്ളി, ഒരു കഷ്ണം കുമ്പളങ്ങ, മുരിങ്ങക്കോല്, കത്തിരിക്ക, ഇത്രയുമാണിപ്പോൾ എടുത്തിരിക്കുന്നത്. തക്കാളിയും വെണ്ടയ്ക്കയും ലാസ്റ്റ് ചേർക്കാം. ഒത്തിരി കഷ്ണങ്ങളൊന്നുമില്ല കേട്ടോ. കുറച്ച് സവാള, കിഴങ്ങ്, കുമ്പളങ്ങ അല്ലെങ്കിൽ വെള്ളരിക്ക, മുരിങ്ങക്കോല്, പിന്നെ കത്തിരിക്ക. അപ്പം പച്ചക്കറികൾ ഇത്രയും കഴുകി, നമുക്ക് കത്തിരിക്കയും വഴുതനങ്ങയൊക്കെ എടുക്കുമ്പം ഒന്ന് കഴുകുമ്പോൾ കുരു ഒന്ന് തട്ടിക്കളയുന്നത് നല്ലതായിരിക്കും. അപ്പോൾ ഇത്രയും പച്ചക്കറി ചേർത്ത ശേഷം ആവശ്യത്തിന് കുറച്ച് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ചേർക്കാം. നമുക്ക് ഞങ്ങൾക്ക് ഇച്ചിരി നിറം വേണം, കുറച്ച് എരിവ് വേണം, കുറച്ച് കായത്തിന് മണവും വേണം. അതുകൊണ്ട് കുറച്ച് മുളക് പൊടിയും കുറച്ച് മഞ്ഞൾപ്പൊടിയും ഒരു കഷ്ണം കായവും ഉപ്പ് പൊടി ചേർത്ത് കായത്തിൻ്റെ കഷ്ണമാണ് ചേർക്കുന്നത്. നല്ല മണം കിട്ടും ഈ കായ കഷ്ണം ഈ കഷ്ണത്തിൻ്റെ കൂടെ വേകുമ്പോഴേക്കും. ഇതിൻ്റെ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട്, ആവശ്യത്തിൽ വെള്ളം ഒഴിക്കണം, അല്ലെങ്കിൽ പരിപ്പുള്ളത് കൊണ്ട് ചുവട്ടിൽ പിടിക്കും. അപ്പം നന്നായിട്ട് ഇളക്കി അടിയിലത്തെ പരിപ്പെല്ലാം കലങ്ങിയ ശേഷം, വെള്ളത്തിലേക്ക് കലങ്ങിയ ശേഷം മാത്രമേ നമ്മൾ പിന്നെ കുക്കർ മൂടി വെച്ച് വേവിക്കത്തില്ല കേട്ടോ. ഞാനൊരിക്കലും കുക്കർ പച്ചക്കറികൾ വിസിൽ കേൾപ്പിക്കത്തില്ല. വെറുതെ ഇത് വെള്ളമൊഴിച്ച് ഒന്ന് കഴുകിയ ശേഷം വെറുതെ മൂടി കൊണ്ട് വെറുതെ അടച്ച് വയ്ക്കത്തുള്ളൂ. കണ്ടോ, ലോക്ക് ഇട്ടിട്ടില്ല, ജസ്റ്റ് ഒന്ന് മൂടി വെച്ചിട്ടുള്ളതേ ഉള്ളൂ, ലോക്ക് ഇട്ടിട്ടില്ല കേട്ടോ. അപ്പോൾ കഷ്ണങ്ങൾ ഉടയാതെ കിട്ടും. എനിക്കതാണ് ഇഷ്ടം. ഇപ്പോൾ ഞാൻ പച്ച തക്കാളി, വീട്ടിലുണ്ടായ തക്കാളി ആയതുകൊണ്ട് പച്ച തക്കാളി ചേർക്കുന്നു. ഇത് നമ്മുടെ സാമ്പാർ പൊടി, ഗിരാജി സ്പെഷ്യൽ സാമ്പാർ പൊടി. ആവശ്യമുള്ളവർ ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ കൊറിയർ ചെയ്ത് തരും. അപ്പം തക്കാളിയും വെണ്ടയ്ക്കയും ചില സമയത്ത് ഞാൻ എണ്ണയിൽ വഴറ്റി ചേർക്കാറുണ്ട്. ഇപ്പോൾ അതൊന്നും ചെയ്തിട്ടില്ല, നേരെ അങ്ങോട്ട് ഇട്ടു. കണ്ട, നല്ല കുറുകുറാന്നിരിക്കുക. വെള്ളം ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ അതിന് മുമ്പ് നമുക്ക് പുളിവെള്ളം ചേർത്തിട്ട് ചേർക്കാം. അപ്പം പുളി കൂടി പിഴിഞ്ഞ് ചേർക്കുമ്പോൾ വെള്ളം കുറച്ചുകൂടി ചെല്ലും, അപ്പോൾ കുറച്ചുകൂടി ലൂസാവും. വാളൻ പുളി വെള്ളം ഒഴിച്ച് നന്നായി കലക്കി അരിച്ച് പിഴിഞ്ഞെടുത്ത് പാകത്തിന് ചേർക്കുക. ഓരോരുത്തരുടെ രുചി ഓരോ തരത്തിലാണ്. ഇനി ഗിരാജി സ്പെഷ്യൽ സാമ്പാർ പൊടി 3-4 ടീസ്പൂൺ എടുക്കുക. എന്നിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് കലക്കുക. സാധാരണ പച്ചവെള്ളം ഒഴിച്ച്, അതായത് കട്ടയില്ലാതെ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് കേട്ടോ. നേരിട്ട് നമ്മൾ തോണ്ടിയിടുമ്പോഴേക്കും പെട്ടെന്ന് കട്ട കിട്ടി പോകത്തില്ലേ, അതിന് പകരമാണ് നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ച് കലക്കി അങ്ങ് ചേർക്കുന്നത്. അപ്പോൾ ഉപ്പായി പുളിയായി നമ്മുടെ ഗിരാജി സ്പെഷ്യൽ സാമ്പാർ പൊടി കൂടി വെള്ളത്തിൽ കലക്കി അങ്ങ് ചേർത്ത് കൊടുക്കാം. അപ്പം നമ്മളുടെ സാമ്പാർ ഇപ്പം മൊത്തത്തിൽ റെഡി ആയിട്ടുണ്ട്. ഇനി വറവിടുക എന്നുള്ള ചടങ്ങാണ് ഇനി ബാലൻസ് ആയിട്ടുള്ളത്. അപ്പോൾ പാത്രമൊക്കെ കഴുകി ഒഴിച്ചു, പുളിവെള്ളം കഴിച്ചു, സാമ്പാർ പൊടി കലക്കി ഒഴിച്ചതിൻ്റെ ആ പാത്രം കഴുകി ഒഴിച്ചു. ഇപ്പോൾ ആവശ്യത്തിനുള്ള വെള്ളമായിട്ടുണ്ട്. ചോട്ടി പിടിച്ചിട്ടില്ല എന്ന് ഉറപ്പാക്കിയിട്ടുണ്ട്. ചോട്ടി പിടിച്ചിട്ടില്ല കേട്ടോ. അപ്പോൾ നമുക്കിനി വറവിൻ്റെ പണിയിലേക്ക് മാറാം. വെളിച്ചെണ്ണ ഒഴിച്ച്
ചൂടായി വരുമ്പം കടുക്, ഉലുവ, കടുക് പൊട്ടിയ ശേഷം അതിലേക്ക് ഉലുവ ഇട്ട് കൊടുത്തു. ഇനി ചെറിയ ഉള്ളി, കടുകും ഉള്ളിയും നന്നായിട്ട് വേണം കേട്ടോ. എൻ്റെ വീട്ടിൽ എൻ്റെ ചേട്ടന് കടുക് വിരോധിയാണ്, അതുകൊണ്ട് കടുക് കുറച്ച് എടുത്തുള്ളൂ, ഉള്ളി കൂടുതലിട്ടു. അപ്പം ചെറിയ ഉള്ളി, വട്ടത്തിലരിഞ്ഞ ഉള്ളി ഇടുന്നത്. ഉള്ളി മൂത്ത് വരുമ്പോഴേക്കും നമുക്ക് ഉണക്കമുളകും പിന്നെ മണത്തിനുള്ള കറിവേപ്പിലയും. അപ്പോൾ നമ്മുടെ മുളക് പൊടി ഒന്ന് മൂത്ത് വരുമ്പോഴേക്കും നമുക്ക് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ വറവുമായി. അപ്പോൾ ഇതങ്ങോട്ട് സാമ്പാറിലേക്ക് തട്ടിക്കഴിഞ്ഞാൽ നമ്മളുടെ സാമ്പാർ റെഡി. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. നമ്മുടെ സാധാരണ നാടൻ സാമ്പാർ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് നാളെ വീണ്ടും കാണാം. ഹാവ് എ നൈസ് ഡേ. താങ്ക് യു.